ജീവിച്ചിരിക്കുന്നവരെ ദ്രോഹിക്കുന്ന ഒരാളെ കുലീനൻ എന്ന് വിളിക്കുന്നില്ല. ജീവജാലങ്ങളെ ഉപദ്രവിക്കാതിരിക്കുന്നതിലൂടെ ഒരാളെ കുലീനൻ എന്ന് വിളിക്കുന്നു. ദേഷ്യപ്പെടുമ്പോൾ ഒരിക്കലും മറുപടി നൽകരുത്. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ഒരിക്കലും ഒരു വാഗ്ദാനം നൽകരുത്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ ഒരിക്കലും തീരുമാനമെടുക്കരുത്. ഒരു നിമിഷം കൊണ്ട് ഒരു ദിവസത്തെ മാറ്റാൻ കഴിയും. ഒരു ദിവസം ഒരു ജീവിതത്തെ മാറ്റാൻ കഴിയും. ഒരു ജീവിതത്തിന് ലോകത്തെ മാറ്റാൻ കഴിയും. എനിക്ക് മാത്രമേ എൻ്റെ ജീവിതം മാറ്റാൻ കഴിയൂ. എനിക്കായി ആർക്കും ചെയ്യാൻ കഴിയില്ല. സ്തുതിയും കുറ്റപ്പെടുത്തലും നേട്ടവും നഷ്ടവും ആനന്ദവും ദുഃഖവും കാറ്റുപോലെ പോകുന്നു. സന്തോഷവാനായി എല്ലാവരുടെയും ഇടയിൽ ഒരു ഭീമൻ വൃക്ഷം പോലെ വിശ്രമിക്കുക. അത്യാഗ്രഹം വാതിലിൽ മുട്ടുമ്പോൾ സ്നേഹം ജനൽ വഴി പുറത്തേക്ക് പോകും. മൗനം ഒരു സുഹൃത്താണ്. അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കുകയില്ല. അറിവിലൂടെ അറിവില്ലായ്മ ഇല്ലാതാകുമ്പോൾ ഭയവും ആകുലതകളും അപ്രത്യക്ഷമാവും. ബോധം എന്നത് വയസ്സാകുമ്പോൾ എല്ലാവർക്കും അനിവാര്യമായി സംഭവിക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ പങ്കാളിയുടെ മേൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടം പോലെ അവരെ ജീവിക്കാൻ അനുവദിക്കുക. വിശ്വാസത്തിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായാൽ പോലും ബന്ധം തകരും. എല്ലാ സാഹചര്യങ്ങളിലും ഭാര്യയും ഭർത്താവും പരസ്പരം വിശ്വാസം നിലനിർത്തണം. ഭാര്യയുടെ സംതൃപ്തിക്കു വേണ്ടി അവൾ സുരക്ഷിതയാണെന്ന തോന്നൽ ഭർത്താവ് വളർത്തിയെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. അഹങ്കാരിയായ ഭർത്താവിന് തന്റെ പങ്കാളിയോടൊപ്പം ദീർഘകാലം നിലനിൽക്കാനാകില്ല. നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ്, വസ്തുതകളല്ല. നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ്, സത്യങ്ങളല്ല. ഒരിക്കലും നിങ്ങളുടെ ഇണയെ ആരുടെ മുന്നിലും അപമാനിക്കരുത്. ഇത് നിങ്ങളുടെ ബന്ധത്തെ വളരെ മോശമായി ബാധിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചിലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിലും നിയന്ത്രണം പാലിക്കേണ്ടതാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ സഫലമാക്കുവാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. സ്വപ്നം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടുവാനും സാധിക്കും. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നുവെന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം. ആരും ആവശ്യത്തിലേറെ സത്യസന്ധരാവരുത്. വളവില്ലാത്ത നേരെയുള്ള മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുക. സത്യസന്ധരാണ് എപ്പോഴും ആദ്യം ക്രൂശിക്കപ്പെടുക. സമയം മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് ഗുണകരമായ അവസ്ഥയിലെത്തിക്കുന്നു. സമയത്തിന് കുറച്ച് സമയം കൊടുക്കാനുള്ള ക്ഷമ കാണിച്ചാൽ മാത്രം മതി. ഒരു മോശം കാര്യം കേൾക്കുന്നത് കുറഞ്ഞത് 5 നല്ല ഓർമ്മകളെങ്കിലും നശിപ്പിക്കും. മോശം ചിന്തകളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം. നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക. ചിന്തകൾ കടന്നു വരുന്നത് പോലെ കടന്നു പോകാനും അനുവാദം നൽകുക. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. ഉപബോധ മനസ്സ് എല്ലാ കാര്യങ്ങളും വർത്തമാനകാലത്തിൽ മാത്രം ചിന്തിക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അതിന് ഒന്നും അറിയില്ല. മറന്നുപോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ചിലർ കൊഴിഞ്ഞു പോകും, ചിലർ കൂടെ കൂടും. അത് സ്വാഭാവികം മാത്രം. പക്ഷേ ആർക്കു വേണ്ടിയും നിലപാടുകൾ മാറ്റരുത്. വിജയം അത് കുടുംബങ്ങളിൽ ആയാലും സൗഹൃദ ബന്ധങ്ങളിലായാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയമുണ്ടാകും. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. ചില മനുഷ്യരുണ്ട്, നമ്മൾ അവർക്കെല്ലാം ആയിരുന്നെന്ന് തോന്നിപ്പിച്ച് പിന്നീട് ഒരു വാക്കിൽ ആരും ആയിരുന്നില്ലെന്ന് തെളിയിച്ചു തന്നു തിരികെ മടങ്ങുന്നവർ. മറ്റു ചിലരുണ്ട്, നമുക്കവർ ഒന്നുമല്ലായിരുന്നിട്ട് ചില വാക്കുകളിൽ നമ്മളുടെ ഹൃദയം കീഴടക്കി ആരൊക്കെയോ ആയി മാറുന്നവർ. നിങ്ങളുടെ പിന്നിൽ നിന്ന്
നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട, അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്ന് കുറ്റം പറയേണ്ടി വരുന്നത്. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതെ ആക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. തകർന്ന പല ജീവിതങ്ങളിലെയും ഏറ്റവും വലിയ വില്ലൻ തെറ്റിദ്ധാരണയായിരുന്നു. മനസ്സിൽ വെച്ച് ഊതി വീർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തുറന്നു പറച്ചിലിലൂടെ ശരിയായ ധാരണയിലെത്തുന്നതാണ്. നഷ്ടപ്പെടുവാൻ ഒന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഓരോ മനുഷ്യനും മുന്നോട്ട് ജീവിക്കേണ്ടത്.